കേന്ദ്ര ബജറ്റ് ഈ മാസം 23-ന് പൊതുബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിക്കും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം 22-ന് ആരംഭിക്കും. ബാലഗോപാൽ വിവരങ്ങളുമായിട്ട്. ബാലഗോപാൽ, അങ്ങനെ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിന് കാത്തിരിക്കുകയാണ്. തീർച്ചയായും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങളും പദ്ധതികളും ആയിരിക്കും അല്ലേ? ദിവിഷ, മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ജൂലൈ 23-ന് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന 7ാമത്തെ ബജറ്റ് എന്ന പ്രത്യേകത ഈ ബഡ്ജറ്റിന് ഉണ്ട്. അതായത് നേരത്തെ ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് മൊറാർജി ദേശായി ആയിരുന്നു. ആ റെക്കോർഡ് മറികടന്നുകൊണ്ടായിരിക്കും ഇത്തവണ ജൂലൈ 23-ന് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതോടുകൂടി ആ റെക്കോർഡിന്റെ അവകാശം ഇനി നിർമ്മല സീതാരാമനായിരിക്കും. ബജറ്റ് സമ്മേളനം ജൂലൈ 22-ന് ആരംഭിക്കുന്നത്. ഓഗസ്റ്റ് 12 വരെ ഈ ബജറ്റ് സമ്മേളനം നീണ്ടു നിൽക്കുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പൊതു തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ജനപ്രിയമായ പല പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിൽ ജൂലൈ 23-ന് ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഹരിയാന തുടങ്ങിയ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഈ പാർട്ടിയിൽ നിന്ന്, BJP-യിൽ നിന്ന് അകന്ന ഒരു വിഭാഗത്തിനെ ഒപ്പം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകാനാണ് സാധ്യത.